ജസ്ന കേസിന്റെ അന്വേഷണം അൺഡിക്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ CBI കോടതി റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിനെതിരെ ജസ്നയുടെ പിതാവ് ജെയിംസ് കോടതിയിലെ അന്വേഷണം 6 മാസം കൂടെ നീട്ടാൻ കനിവുണ്ടാകണം എന്ന് കൊടുത്തു. CBI അത് അംഗീകരിച്ചില്ല. ഇതിനകത്ത് യാതൊരു ക്ലൂവുമില്ല. ലോക്കൽ പോലീസ് പരാജയപ്പെട്ടു, ക്രൈംബ്രാഞ്ച് പരാജയപ്പെട്ടു, ക്രൈംബ്രാഞ്ച് SP ക്രൈംബ്രാഞ്ച് ADGP അന്വേഷിച്ച് പരാജയപ്പെട്ടു, CBIയും പരാജയപ്പെട്ടു. ഏതായാലും കേസിൽ യാതൊരു പുരോഗതിയുമില്ല എന്നാണ് ഈ 3 ഏജൻസികളും പറഞ്ഞത്. ജസ്നയുടെ പിതാവ് ഹതാശയനായി വിഷമിച്ച് തൻ്റെ കൊച്ചിന് എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളും ചില പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു അന്വേഷണം അതേപ്പറ്റി നടത്തി. അവർ ചില സംശയങ്ങൾ അവർക്ക് വന്നു ചേർന്നു. ആ വിവരം കോടതിയിലെ പ്രൊട്ടസ്റ്റ് കംപ്ലൈൻറ്റ് പോലെ ഹാജരാക്കി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് CBIയിലെ ഫയലിംഗ് കോടതി. അത് അവിടുന്ന് കമ്മിറ്റ് ചെയ്ത് CBI കോടതിയിലോട്ട് പോകും. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ CBI ഇൻസ്പെക്ടർ ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കി. അത് 6 മാസം കൂടെ നീട്ടണമെന്നും ഞങ്ങൾക്ക് ചില പുതിയ കാര്യങ്ങൾ വെളിവായിട്ടുണ്ട്, അത് CBIക്ക് കൊടുക്കാമെന്ന് ജെയിംസ് പറഞ്ഞു. വളരെ അധികം ചുമതലാബോധമുള്ള ഉദ്യോഗസ്ഥരാണ് എല്ലാവരും. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ട്രാക്ക്, പുതിയ ലീഡ് ഈ ഒരു ഏജൻസിയും കണ്ടില്ല എന്നുള്ളതാണ്. ഏതായാലും കോടതിക്ക് ചില കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടെന്നാണ് ജെയിംസിന്റെ പിതാവ് പറയുന്നത്. ആ കേസിന്റെ അന്വേഷണ സമയത്ത് ജസ്നയുടെ വീട്ടിൽ നിന്ന് ജസ്ന ഉപയോഗിച്ച ചില തുണികളിൽ രക്തമുണ്ടായിരുന്നു. അത് മെൻസ്ട്രുവൽ ബ്ലഡ് ആണ് എന്നൊക്കെയുള്ള രീതിയിലാണ് എല്ലാവരും കരുതിയത്. അങ്ങനെ ആയിരിക്കാം. ആ തുണി പോലീസ് എടുത്തുകൊണ്ട് പോയി. ക്രൈംബ്രാഞ്ച് DYSP കൊണ്ടുപോയി. അത് സാലു എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത്. ആ സാധനം ഇപ്പോൾ CBI കണ്ടിട്ടില്ല, അത് CBIയിൽ എത്തിയില്ല. അത് ക്രൈംബ്രാഞ്ച് അത് എന്ത് ചെയ്തു എന്നറിയില്ല. അത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. അത് വളരെ വൈറ്റലായ ഒരു എവിഡൻസ് ആണെന്ന് കരുതുന്നു. കാരണം ആ ജസ്നയുടെ അമ്മ ജസ്നയെ കാണാതെ പോകുന്നതിന് 8 മാസം മുമ്പ് മരണപ്പെട്ടു. അതിനുശേഷം 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് പിതാവ് ജസ്നയുടെ ലോവർ അബ്ഡോമിനൽ പെയിന്, വജൈനൽ ഏരിയയിൽ പെയിന്, അങ്ങനെ ഒരു കാര്യത്തിന് 26-ാം മൈലിലുള്ള ആ ഹോസ്പിറ്റലിൽ പിതാവ് മോളെ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ ലിസമ്മ എന്ന പ്രായമുള്ള ഒരു ഡോക്ടർ പരിശോധിച്ചു. പ്രഗ്നൻസി ഒന്നുമില്ല, മറ്റു പ്രശ്നമൊന്നുമില്ല എന്നൊക്കെയാണ് അവര് CBIക്ക് മൊഴി കൊടുത്തത്. എന്തായാലും ആ പരിശോധനയ്ക്ക് ശേഷം ഒരു 4-5 മാസം കഴിഞ്ഞ ശേഷമാണ് ഈ ബ്ലഡ് സ്റ്റെയിൻഡ് ക്ലോത്ത് ആ വീട്ടിൽ നിന്ന് പോലീസ് കൊണ്ടുപോകുന്നത്. അന്നത്തെ ദിവസത്തെയാണ് ആ മിസ്സിംഗ് ആയ 22/3/2018 അതിൻ്റെ തലേദിവസം ഉണ്ടായ ബ്ലീഡിങ്, അതിൻ്റെ ഓളിയോ ബ്ലഡ് വളരെ കൂടുതലാണ്. ആ കുട്ടി ആ തുണിയിൽ ഒപ്പി അവിടെ വെച്ചിരുന്നു. അതാണ് പോലീസ് കൊണ്ടുപോയില്ല എന്ന് പറയാൻ ഒക്കില്ല. അതിന് തെളിവുകൾ വേറെ ഉണ്ട്. അതിനകത്ത് 3-4 ടെസ്റ്റ് നടത്തേണ്ടതുണ്ട് എന്നാണ് പിതാവ് ഇപ്പം CBI കോടതിയിൽ തൻ്റെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ ബ്ലഡ് നാച്ചുറൽ ബ്ലഡ് ആണോ, മെൻസ്ട്രുവൽ ബ്ലഡ് ആണോ, ജസ്റ്റേഷൻ ബ്ലഡ് ആണോ, ഇങ്ങനെയൊക്കെയുള്ള പല പരിശോധനകൾ ഫോറൻസിക്കിൽ അത് ചെയ്യണമായിരുന്നു. അത് ചെയ്യാതെ അതിപ്പം എവിടെ പോയി എന്നറിയില്ല. വളരെ വൈറ്റലായ ഒരു എവിഡൻസ് ആയിരുന്നു അത്. ആ ബ്ലീഡിംഗ് ഉള്ള ദിവസം തന്നെയാണ് ജസ്ന
വീട്ടിൽ നിന്ന് മിസ്സാകുന്നത്. വഴി വെച്ച് പുലിക്കുന്നിൽ വെച്ച് മിസ്സായി, എങ്ങോട്ട് പോയെന്ന് അറിയില്ല. ആ ഒരു ഭാഗം കൂടുതൽ അന്വേഷിക്കണം. അതിന് സഹായമായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ജസ്ന മിസ്സായതൊരു വ്യാഴാഴ്ചയാണ്. ജസ്ന വ്യാഴാഴ്ച തോറും ഒരു പള്ളിയിൽ പോകും. ജസ്ന അമ്മയുടെ കസിൻ അല്ലെങ്കിൽ സിസിലി ആൻറ്റിയുടെ വീട്ടിൽ പുലിക്കുന്നിൽ പോയത് ഒരു വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ കേസിൽ. അപ്പോൾ ഒരു അപകടം പറ്റി എന്നാണ് കരുതുന്നത്. അതിലേക്കാണ് പിതാവ് സംശയം ഉന്നയിച്ചത്. അത് വളരെ രഹസ്യമായിട്ട് അന്വേഷിക്കേണ്ട വിവരമാണ്. വളരെ ഗോപ്യമായിട്ട് അന്വേഷിക്കണം. പബ്ലിക് എൻക്വയറി പോലെ അന്വേഷിക്കാൻ പറ്റില്ല. കുട്ടിക്ക് അപകടം പറ്റി എന്നാണ് ആ വീട്ടുകാർ വിശ്വസിക്കുന്നത്. ജസ്ന എന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെയാണ് ജെയിംസ് കുടുംബവും കരുതുന്നത്. അതിലേക്ക് സമാനമായ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് കൊടുക്കാം. അത് CBI SP ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കോടതിയിൽ കൊടുക്കണ്ട എന്ന് കോടതി പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുക എന്നാണ് പറഞ്ഞത്. ഇത് വളരെ രഹസ്യമായിട്ട് ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ധാരാളം കാര്യങ്ങൾ. അതുകൊണ്ടാണ് പിതാവ് അത് ഉത്തരവാദിത്തമുള്ള CBI SP വരെ അല്ലെങ്കിൽ SP അതിന് മുകളിലുള്ളവരെ ഏൽപ്പിക്കുകയുള്ളൂ. അത് ഏൽപ്പിച്ചത് ഉത്തരവാദിത്തത്തോടെ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. ഇതുവരെ CBI, ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച് കാണാത്ത ചില വിവരങ്ങളാണത്. അത് ഹതാശയനായ ജെയിംസും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും കൂടി അവർ നടത്തിയ അന്വേഷണം 2024-ലും 2021 നവംബർ ഡിസംബറിലും 2024 ജനുവരി ഫെബ്രുവരിയിലും 4 മാസം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അത് ലഭിച്ചത്. പോലീസും CBIയും ക്രൈംബ്രാഞ്ചും ഫെയിലിയർ ആയാലും തൻ്റെ കുട്ടിയെപ്പറ്റി എന്ത് സംഭവിച്ചതെന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വവും അന്വേഷിക്കാനുള്ള കഴിവും അന്വേഷിക്കേണ്ട ആവശ്യം പിതാക്കന്മാർക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്. നമുക്ക് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയണം, പിതാവിന് അറിയണം. അതിലേക്ക് ലീഡ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് രഹസ്യമായിട്ട് CBI ഏൽപ്പിക്കാം എന്ന് ജെയിംസ് പറഞ്ഞത് കോടതിയിൽ. അങ്ങനെ ഏൽപ്പിക്കാൻ കഴിയുള്ളൂ. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ സയൻറ്റിഫിക് ആയിട്ട്, വളരെ ഗോപ്യമായിട്ട് അന്വേഷിക്കേണ്ട വിവരമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റാൻഡ് ജെയിംസ് എടുത്തത്. അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട CBI ഉദ്യോഗസ്ഥർ ജെയിംസിൻ്റെ നിന്ന് അത് വാങ്ങി ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. 6 മാസത്തിനകം എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജെയിംസ് അക്കാര്യം പറഞ്ഞത്. അത് കോടതിയെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ആ ബ്ലഡ് സ്റ്റെയിൻ്റെ ക്ലോത്ത് CBIക്ക് ലഭിച്ചില്ല, അല്ലെ CBI അത് പരിശോധിച്ചില്ല, അല്ലെ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചില്ല എന്ന ചോദ്യമൊക്കെ കോടതിക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എന്ന് ആണ് ജസ്നയെ ആ ഹോസ്പിറ്റലിലെ പിതാവ് കൊണ്ടുപോയ ഡേറ്റ്, എന്നാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലീഡിങ് ഉണ്ടായത്, ആ തുണി ആര് കൊണ്ടുപോയി, അത് പോലീസ് കൊണ്ടുപോയി, ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി എന്നാണ്. അതിനുള്ള എവിഡൻസുകൾ ജെയിംസിൻ്റെ കയ്യിലുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റാണ്. അതിൽ നിന്ന് എവിഡൻസ് വരണം. അതിന് എന്ത് സംഭവിച്ചുവെന്ന്, ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഈ കേസിനെ സംബന്ധിച്ച് പല വിവാദങ്ങളും ഉണ്ടായെങ്കിലും അതിനൊന്നും പ്രസക്തിയില്ല. ഞാൻ അന്നു മുതലേ പറയുന്നുണ്ട്, ജസ്ന എരുമേലിക്കും മുണ്ടക്കയത്തിനും കാഞ്ഞിരപ്പള്ളിക്കും ഇടയിലുള്ള ആ ട്രയാങ്കുലർ റോഡിനകത്തുണ്ട് എന്ന് അന്നു മുതലേ പറയുന്നുണ്ട്. അത് ഇന്നും പറയുന്നു. അതുകൊണ്ട് ഇത് ജസ്നയുടെ തിരോധാനത്തിന് ഒരു അറുതി വരുത്തും, അത് കണ്ടെത്തും എന്നാണ് ഞാൻ കരുതുന്നത്.